1, 2, 3 മൂന്നാമത്തെ ഡ്രസ്സിൽ ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ആയി. ഒരു വൈക്കിറങ്ങാണ് കുട്ടിയാൾക്ക് അന്ന് വേറൊരു വാശിയൊക്കെ. നമ്മൾ അയ്യൂബ് ഗൾഫ് പോകാൻ വേണ്ടി നിൽക്കാട്ടോ. അപ്പൊ ഓൻ ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് ഫാമിലിയും കൊണ്ട് ഇവിടെ അടുത്തടിയിൽ ഒന്ന് പോയി എന്നാലോ. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പോകുക. പ്ലാനൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 12 മണിയാക്കണം. എന്നാ പിന്നെ ആദ്യം പോയാണ് ഫുഡ് കഴിക്കുക. നേരെ നീങ്ങി മഞ്ചേരി ഫർഷിക്ക്. അവിടെ ചില്ലും കൂട്ടിട്ട് മീനൊക്കെ ഉണ്ട്. ആശി നേരെ അങ്ങോട്ട് വണ്ടി ഓനെ പിടിച്ചാൻ വേണ്ടി പിന്നാലെ ഞാൻ ഈറ്റങ്ങളൊക്കെ പാടെ ആട്ടിപ്പിടിച്ച് നമ്മളൊരു അധീനത്തെത്തുമ്പോൾ നമ്മൾ ആകെ പൊടുത്തം പോടും. ഏതായാലും ഫാമിലി റൂം മേലെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നേരെ മേലെ കൂട്ടി കൈയൊക്കെ കൈകി ഇരിക്കാൻ വേണ്ടി സ്ഥലം നോക്കിയപ്പോ സ്ഥലമല്ല. അങ്ങനെ മുട്ടിത്തിരിഞ്ഞു അതും സെറ്റായി. ഞങ്ങൾ ഇരുന്നെങ്കിലും അയ്യൂബിന് ഇരിക്കാൻ പറ്റി. വെറും 1-2 മാസം പ്രായമുള്ള ചെറിയൊരു മോളുണ്ട്. അതുകൊണ്ട് തന്നെ വൈഫിന്റെ കൈക്കിൽ കഴിഞ്ഞിട്ടുള്ളൂ ഓന് കഴിക്കാൻ പറ്റും. ഇതേപോലെ ചെറിയ കുട്ടികളിലെ എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഫുഡ് ആണവരെ പിടിച്ചേക്കാം, കുറച്ച് ജ്യൂസും കുറച്ച് സലാഡും പറഞ്ഞു. നമ്മളെ യാശുവിന് പറ്റിയില്ല കേട്ടോ. ഓ നൈസായിട്ട് തൂപ്പി കളഞ്ഞു. ഐസുമോന് വലിയ കുഴപ്പമൊന്നുമില്ല, ഓ നൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞങ്ങള് ഒരു മട്ടൻ സൂപ്പും കൂടെ പറഞ്ഞു. സൂപ്പ് കണ്ട സന്തോഷത്തിൽ കുറച്ചെടുത്ത് നാഗം വെച്ചോക്കി. അതാണെങ്കിലോ മാരക ചൂടും. അങ്ങനെ നാവ് അൽഫാമായി. പിന്നെ പറയണോ, എന്ത് തിന്നിട്ടും കാര്യമില്ല, ഒന്നിനും ഒരു രസം ഉണ്ടാവില്ല. ഫുഡ് എത്തിയോട് കൂടി യാശു തുടങ്ങി കച്ചറ. അയ്യൂബ് ഐസുനും യാശുനും കൂടി ആദ്യം ഇട്ട് കൊടുത്തു. എന്നാ പിന്നെ ഓല ഒച്ചയും പുളിയും കേൾക്കണ്ടല്ലോ എന്നും പറഞ്ഞു. യാശു തിന്നണുണ്ട്, മൊബൈലും എന്തൊക്കെ കാട്ടണുണ്ട്. ഐസു പിന്നെ പാവായിട്ട് ഒറ്റക്ക് കഴിക്കും. അതിന്റെ ഇടയിൽ കൂടെ ഒൽക്കില്ല ഐസ്ക്രീമും കൂടെ വന്നു. അങ്ങനെ മറ്റവർക്ക് രണ്ടക്കും സമാധാനമായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഞാനും അയ്യൂബും കുട്ടികളൊക്കെ പാടെ പൊറുക്കി പുറത്തൊക്കെ. യാശനാണെങ്കിലോ ഫുഡ് കഴിക്കാൻ പോയാൽ ജീരകം നിർബന്ധം. ഓൻ അതും തൊള്ളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വണ്ടി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മമ്പാടിലൊരു പാർക്ക്. വണ്ടി നിർത്തിയതും ഐസുമോൻ ഒറ്റ ഓട്ടം. അയ്യൂബ് പിന്നെ അവിടെ ഓരോ സാധനങ്ങൾ കണ്ടവും യാശും ഐസും പാടെ പിരിവിരി കൊള്ളാം. ഒരാൾ പറയും അതിൽ കയറാ, ഒരാൾ പറയും ഇതിൽ കയറാ. ഏതായാലും അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാനും യാശും കൂടെ ഒരു കാറ് കയറി കുത്തിനാണ് കൂടാൻ തുടങ്ങി. ഞങ്ങൾ ഇരിക്കണ സീറ്റ് നീങ്ങളിലും സ്ക്രീനത്തെ കാറ് നീങ്ങാൻ തുടങ്ങി. വലന്റെ ഉള്ളിൽ കൂടിയിട്ട് കളർ പന്തം കൂടെ ഐസുമോ നീന്തലോട് നീന്തൽ. ഓല് രണ്ടാളും ചാടിയിട്ടും മറിഞ്ഞിട്ടും കയറിയിട്ടും ഹൗ ഒരു വിധാക്കി. കുട്ടികളല്ലേ, എൻജോയ് ചെയ്യട്ടെ. യാശുവിന്റെ ഒക്കെ സ്വഭാവം എങ്ങനെന്നോ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. അങ്ങനെ ഓല കുത്തിമറിച്ചിലിനൊക്കെ ഒരു അവസാനമായി. ഞങ്ങൾ നേരെ നാട്ടിലും മടങ്ങി. അപ്പൊ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.